തൊപ്പിയുണ്ട്, അവരുടെ കുപ്പായത്തിന്റെ മുകളിലും സ്റ്റാറും അതിനേക്കാൾ വലിയ ചിഹ്നങ്ങളുമുണ്ട്. എന്നിട്ടൊന്നും അവർ ഭീകരന്മാർ അല്ലാതായിട്ടില്ല. അവരെ ജനാധിപത്യ ലോകം, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മാനവലോകം അവരെ ഭീകരരെന്നും തീവ്രവാദികളെന്നും സാമ്രാജ്യത്വമെന്നും വിളിക്കാതിരുന്നിട്ടില്ല. ഒരുത്തന്റെ തലയിലെ തൊപ്പിയല്ല, അവനിട്ട കുപ്പായമല്ല, അവന് തീവ്രവാദിയാണോ മനുഷ്യനാണോ എന്ന് നിർണയിക്കുന്നത് ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നട്ടപ്പാതിരക്കും വെളുപ്പാൻകാലത്തും സമാധാനപരമായി കിടന്നുറങ്ങുന്ന വീടുകളിൽ കയറി ചെന്നിട്ട് തെമ്മാടിത്തം കാണിക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ഇവിടുത്തെ തീവ്രവാദികൾ തൊപ്പിവെച്ച പോലീസുകാരാണ്. ചുമരിൽ നക്ഷത്ര ചിഹ്നമുള്ള തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച് രാജ്യത്തിന്റെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് രാജ്യത്ത് സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്തണം എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയുവാനുള്ളത്. നട്ടെല്ലുണ്ടെങ്കിൽ ജനകീയ സമരങ്ങളെ നേർക്കുനേരെ നേരിടാൻ സന്നദ്ധമാകണം. നിങ്ങൾ ആരെയാണ് സുഹൃത്തുക്കളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ജനകീയ സമരങ്ങള് അക്രമാസക്തമായി തീരുന്നു, അവര് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. ഇത് നിങ്ങളുടെ യജമാനന്മാരുണ്ടല്ലോ, തമ്പുരാക്കന്മാർ, രാഷ്ട്രീയക്കാര്, അവരുടെ പരിപാടിയാണ്. പ്രിയപ്പെട്ടവരെ, ആളുകളെ റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുക, മണിക്കൂറുകളോളം തടവിൽ പാർപ്പിച്ച് വിചാരണ നടത്തി, പാർട്ടി കോടതികളിൽ വിചാരണ നടത്തിയിട്ട് കുത്തിക്കൊല്ലലും വെട്ടിക്കൊല്ലലും ഇവിടുത്തെ നിങ്ങളുടെ ഭരണവർഗ യജമാനന്മാരുടെ സംസ്കാരമാണ്. ഇവിടെ തളിപ്പറമ്പിൽ നടപ്പിലാക്കിയത് ഒരു പാർട്ടിയാണെങ്കിൽ കുറെക്കൂടി വടക്കോട്ട് സഞ്ചരിച്ചാൽ, തെക്കോട്ട് സഞ്ചരിച്ചാൽ, നാദാപുരത്തെത്തിയാൽ വേറെ പാർട്ടിക്കാരോ. ഇങ്ങനെ മനുഷ്യരെ കൊന്ന് കുപ്പിയിലിട്ട് അച്ചാറാക്കി സേവിക്കുന്ന പ്രവർത്തനങ്ങള് നമുക്ക് കാണാൻ കഴിയും. സോളിഡാരിറ്റിയും കേരളത്തിലെ ജനകീയ സമരങ്ങൾക്കും ഈ സംസ്കാരമില്ല. അത് നിങ്ങളുടെ യജമാനന്മാരുടെ, തമ്പിരാക്കന്മാരുടെ സംസ്കാരമാണ്. തിരുവനന്തപുരം വെളപ്പിൽശാല മുതൽ കാസർകോട്ടെ എൻഡോസൽഫാൻ സമരം വരെയുള്ള കേരളത്തിലെ ജനകീയ സമരങ്ങള് നിങ്ങൾ പരിശോധിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. ആ സമരങ്ങൾ ഒരു തുള്ളി രക്തം ചിന്തിയിട്ടില്ല. അത് ഈ രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല. അതല്ല ജനകീയ സമരങ്ങളുടെ സംസ്കാരം. നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് വിവരമില്ലാത്തിട്ടാണ്. വിവരമില്ലെങ്കിൽ പത്രം വായിക്കണം, കാര്യങ്ങളെ ഗൗരവത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. തോന്നിവാസം കാണിക്കുന്നതിനിടയിൽ നട്ടപ്പാതിരക്ക് നിങ്ങൾ നടത്തുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കറിയാം. നിങ്ങളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള പലതരത്തിലുള്ള വീഴ്ചകളെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇതിന്റെയൊക്കെ തിരക്കിനിടയിൽ വിവരമുണ്ടാക്കാൻ സമയമില്ലെങ്കിൽ അപ്പണിയൊക്കെ കുറച്ച് നിർത്തിവെച്ചിട്ട് ലോകത്ത് ജനകീയ സമരങ്ങളുടെ സ്വഭാവം എന്താണ്, എന്താണ് അറബ് നാടുകളിൽ നടക്കുന്നത്, എന്താണ് വാൾ സ്ട്രീറ്റിൽ നടന്നത്, ജനകീയ സമരങ്ങളുടെ സംസ്കാരം എന്താണ് എന്നൊക്കെ പഠിക്കുവാൻ ശ്രമിക്കണം. പക്കാ ഊപ്പ രാഷ്ട്രീയക്കാരന്റെ മനുഷ്യനെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്ന സംസ്കാരമല്ല ജനകീയ സമരങ്ങളുടേത്. അത് അത്യുജ്വലമായ ജനാധിപത്യ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. സഹോദരൻ PM നാസർ സാഹിബിന്റെ ചെകിടത്തടിച്ചിട്ട് ഈ മിസ്റ്റർ ഷൗക്കത്ത് അലി പറഞ്ഞത് നീ എന്നെ നീതി പഠിപ്പിക്കേണ്ടതില്ല എന്നാണ്. എടോ മിസ്റ്റർ ഷൗക്കത്ത്, താങ്കൾ മനസ്സിലാക്കണം, നിന്നെ നീതി പഠിപ്പിക്കാനാണ് കേരളത്തിലെ ജനാധിപത്യ സമൂഹം തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കും. കേരളത്തിന്റെ ജനകീയ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ സമൂഹം നിന്നെ നീതി പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നീതി പഠിക്കാൻ ഒരുക്കമല്ല എങ്കിൽ വീട്ടിൽ അരിമാങ്ങാൻ വേറെ പണി അന്വേഷിച്ച് തുടങ്ങിക്കൊള്ളുക. ഞങ്ങളുടെ ഖജനാവ് ഉപയോഗിച്ചിട്ട്, ഞങ്ങളുടെ പണം ഉപയോഗിച്ചിട്ട് കെട്ടികൾക്കും കുട്ടികൾക്കും ഇനിയും അരി വാങ്ങിക്കൊടുത്തു കളയാം എന്ന വ്യാമോഹം അക്കാലത്താണ് എന്ന് ഇവിടെ വന്ന് പ്രഖ്യാപിക്കാനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. തോന്നിവാസം കാണിക്കാനല്ല നിങ്ങൾക്ക് കുപ്പായം നൽകിയിട്ടുള്ളത്. രാജ്യത്ത് നിയമവാഴ്ച ഉറപ്പുവരുത്താനാണ്. ഒരു സമരപ്പന്തലി കത്തിക്കുക, ഇതാരുടെ പരിപാടിയാണ്? ഒരു കെട്ടിയ സമരപ്പന്തലി കത്തി, ഇത് നാട്ടിൽ ആരാണ് സമരപ്പന്തലികൾ കത്തിക്കാറുള്ളത്? തീക്കൊടുക്കുക, ഇതൊക്കെ ആരുടെ പരിപാടിയാണ്? ഗുണ്ടകൾ, തീവ്രവാദികൾ, സാമൂഹിക വിരുദ്ധന്മാർ, ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ പരിപാടികൾ നടത്താറ്. ഒരാൾ കാക്കിക്കുപ്പായമിട്ടത് കൊണ്ട് അയാൾ സാമൂഹിക വിരുദ്ധനല്ലാതായി തീരുകയില്ല. ഒരാളിട്ട് കുപ്പായമല്ല അയാൾ സാമൂഹിക വിരുദ്ധനാണോ നിയമപാലകനാണോ എന്ന് നിശ്ചയിക്കുന്നത്. അതിനിവിടെ നിശ്ചയിക്കപ്പെട്ട
നിയമങ്ങളുണ്ട്. നിയമം പോലീസിനും ബാധകമാണ് എന്ന് പോലീസിനെ ഓർമ്മപ്പെടുത്താൻ വരും നാളുകളിൽ നിയമത്തിന്റെ വഴിയിൽ അത് കൂടുതൽ മിസ്റ്റർ ഷൗക്കത്തിനെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇന്ത്യ രാജ്യത്തിലെ ഭരണഘടനയും നിയമവാഴ്ചയും ഉപയോഗിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതൊരു പ്രയാസപ്പെടുന്ന ഓർമ്മയായി മിസ്റ്റർ ശ്രീമാൻ ഷൗക്കത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തമ്മാടിത്തം കാണിക്കാനല്ല ഞങ്ങൾ നിങ്ങളെ നികുതിപ്പണം തന്നിട്ട് പോറ്റുന്നത്. വെട്ടിപ്പാലം ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങൾ ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങളും നടത്തിയിട്ടില്ല എന്നല്ല കോടതി വിധികൾ, മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്, എല്ലാ നിയമ പരീക്ഷയും സമരക്കാർക്ക് അനുകൂലമാണ്. ശുദ്ധ ഗുണ്ടായുസമാണ് പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഗുണ്ടായുസത്തെ മറു ഗുണ്ടായുസം ഉപയോഗിച്ച് ഞങ്ങൾ നേരിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനകീയ സമരങ്ങളുടെ സ്വഭാവം അറിയില്ല. നിയമപരമായി നേരിട്ട് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നിയമ പോരാട്ടങ്ങളിലൂടെ എല്ലാ ഷൗക്കത്തുമാരെയും ഞങ്ങൾ വരുതിയിൽ കൊണ്ടുവരും എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത്. പെണ്ണുങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഇത്രയും കാലമായിട്ട് പഠിച്ചിട്ടില്ല അല്ലേ? വീട്ടിൽ ഉമ്മയും പെങ്ങളും ഭാര്യയും ഉണ്ടോ ഇല്ലേ? അവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? നാട്ടിലെ സ്ത്രീകളോട് ഇവന്മാരൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇവരൊക്കെ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും നിങ്ങൾ ഈ പ്രക്ഷോഭത്തെ ശ്രദ്ധിക്കുക. വയോവൃദ്ധന്മാരായ വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തിറങ്ങുക പോലും ചെയ്യാറില്ലാത്ത ആളുകൾ ഈ സമരത്തിൽ അണിനിരന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല ലക്ഷണമല്ല എന്ന് പോലീസ് ഏമാനന്മാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. വരും നാടുകളിൽ അങ്ങേയറ്റം ജനാധിപത്യപരമായി ഈ പ്രക്ഷോഭവുമായി സോളിഡാരിറ്റിയും സമരസമിതിയും മാത്രമല്ല വെളുപ്പിൽശാല മുതൽ അൻഡോസൽഫാൻ വരെയുള്ള കേരളത്തിലെ 300ഓളം വരുന്ന ജനകീയ സമരങ്ങളുണ്ട്. ഇങ്ങനെയാണ് കോഴിക്കോട്ട് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ആണവ നിലയത്തിനെതിരായ ജനകീയ സമരമുണ്ടായിരുന്നു. ആ സമരത്തിന്റെ പ്രതിഷേധ പരിപാടി നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ വെട്ടിപ്പാലം സമരത്തിലുള്ള ഐക്യദാർഢ്യ പരിപാടിയായി മാറി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകൾ, വ്യത്യസ്ത ജാതിമതത്താർ, പല രാഷ്ട്രീയ പാർട്ടികളിൽ അണിനിരന്നിട്ടുള്ള ആളുകൾ ആ കൂടംകുളം ഐക്യദാർഢ്യ സമരത്തിലുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. എത്ര പെട്ടെന്നാണ്, എത്ര വേഗത്തിലാണ് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കെ ആ സമരം തലശ്ശേരിയിലേക്ക് വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. അത് വെട്ടിപ്പാലം ഐക്യദാർഢ്യ പ്രക്ഷോഭ ഐക്യദാർഢ്യ പരിപാടിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനകീയ സമരങ്ങൾ, ആ ജനകീയ സമര മുന്നണികൾ ഒരുമിച്ച് തലശ്ശേരിയിലെ പോലീസ് അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ മുന്നണിയിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് പോലീസിന്റെ അതിക്രമങ്ങൾ നടത്തിയിട്ട് ഒരു ജനകീയ സമരത്തെ ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിക്കുന്നതും മൗഢ്യമാണ്. പോലീസിന്റെ അതിക്രമങ്ങളെ നേരിട്ടും അതിജീവിച്ചും കൊണ്ട് തന്നെയാണ് കേരളത്തിലെ 300ഓളം വരുന്ന എല്ലാ ജനകീയ സമരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ സമ്മതത്തിലല്ല, അവരുടെ നേതൃത്വത്തിലല്ല, അവരുടെ ഔദാര്യത്തിലല്ല, അവരുടെ വെറും ഉപകരണങ്ങളായ പോലീസുകാരുടെ അവരുടെ അനുവാദത്തിലല്ല, അവരുടെ ഔദാര്യത്തിലല്ല ആ സമരങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തിയുണ്ട്. ജനങ്ങളുടെ ജീവിക്കുവാനുള്ള, മാന്യമായി ജീവിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തെ പോലീസിനോ ഇവിടുത്തെ മാഫിയ രാഷ്ട്രീയക്കാർക്കോ ഇടതും വലതും ഇവിടെ ഒന്നാണ്. ഇവിടെ ഞങ്ങളെ അവർ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്ലബ്ബ് സംസ്കാരമുണ്ട്. ഇടതും വലതുമൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ, നേരവരുട്ടിക്കഴിഞ്ഞാൽ അവരൊന്നാണ്. അവരൊരുമിച്ച് കള്ളുകുടിക്കുന്നവരും പറയാൻ കൊള്ളുന്നതും കൊള്ളാത്തതുമായ പലതും ഒരുമിച്ച് ചെയ്യുന്ന ആളുകളാണ്. ആ ക്ലബിലേക്ക് സോളിഡാരിറ്റിയെയും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളെയും കിട്ടുന്നില്ല എന്നതിന്റെ കെറിവാണ് ഈ തീവ്രവാദ വിളി എന്ന് പറയുന്നത്. ഞങ്ങൾ തീവ്രവാദികളാണ്. നിങ്ങളോടൊപ്പം ഇരുന്ന് കള്ളുകുടിക്കാനും പെണ്ണുപിടിക്കാനും നിങ്ങൾ നടത്തുന്ന അഴിമതിയുടെ വിഹിതം പങ്കിടാനും തീരുമാനിക്കാത്തവരെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് തീവ്രവാദികളെങ്കിൽ ഞങ്ങൾ തീവ്രവാദികൾ തന്നെയാണ്. നിങ്ങളുടെ അത്തരത്തിലുള്ള ഉമ്മാക്കികൾ കേട്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങാൻ പോകുന്നില്ല. നിങ്ങളുടെ കള്ളുകുടി സദസ്സുകളിലേക്ക്, നിങ്ങളുടെ പെണ്ണുപിടി പരിപാടികളിലേക്ക്, അഴിമതി പങ്കിടുന്ന സംരംഭങ്ങളിലേക്ക് കടന്നു വന്നിട്ട്
തീവ്രവാദികളല്ലാതായി തീരുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി രാജ്യത്തിലെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഉപയോഗപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ആരാണ് പെട്ടിപ്പാലത്ത് പോലീസ് ബസ്സിന് KSRTC ബസ്സിന് കല്ലെറിഞ്ഞത്? ഉത്തരം വളരെ ലളിതമാണ്. കേരളത്തിൽ ആരാണ് സാധാരണ KSRTC ബസ്സിന് കല്ലെറിയൽ?